ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് എക്സാം ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർ പോലും ഇനി പ്രിപ്പയർ ചെയ്താലും പ്രിലിംസ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇനി ഒരു 55-56 ദിവസങ്ങളോളം ഉണ്ട് എക്സാമിന്. അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നത് മാത്രമേ പ്രിലിംസിനെ സംബന്ധിച്ചുള്ളൂ. മാക്സിമം ഹൈ സ്കോർ മേടിക്കുക എന്നതിനേക്കാളും ആ കട്ട് ഓഫ് സ്കോർ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റും. സോ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവരും ഇനി തുടങ്ങിയാലും നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ടോപ്പിക്സ് നോക്കാം. ആദ്യം നമുക്ക് ഹിസ്റ്ററിയുടെ കാര്യം തന്നെ നോക്കാം. ഹിസ്റ്ററിക്ക് 10 മാർക്കാണ് വരുന്നത്. പക്ഷേ ഈ 10 മാർക്കിന് വേണ്ടി നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ്. അതുകൊണ്ട് ഇനി എക്സാമിന് കുറച്ച് ദിവസം മാത്രമുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ പിക്ക് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കേരള ഹിസ്റ്ററി ആദ്യം നമുക്ക് നോക്കാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂർ രാജാക്കന്മാർ, മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ. ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മറ്റ് ടോപ്പിക്സൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ ഡെയിലി ഒരു 2 രാജാക്കന്മാർ വെച്ചിട്ട് അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഫാക്റ്റുകൾ ബൈഹാർട്ട് ചെയ്യാനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ആഴ്ചയൊക്കെ എടുത്ത് ഈ ടോപ്പിക്ക് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, അതേപോലെ ഐക്യ കേരള പ്രസ്ഥാനം. ഈ ഐക്യ കേരള പ്രസ്ഥാനം അധികം പഠിക്കാനില്ല, എന്നാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഐക്യ കേരളം സ്കിപ്പ് ചെയ്യരുത് കേരള ഹിസ്റ്ററിയിൽ നിന്ന്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയുണ്ട് നമുക്ക് കുറേ അധികം ടോപ്പിക്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്ക് ഒന്ന് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്. ന്യൂസ് പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാച്ച് ദ ഫോളോവിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കുറഞ്ഞത് പഠിച്ചിരിക്കണം. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വേൾഡ് ഹിസ്റ്ററിയുടെ പാർട്ടിൽ നിന്ന് ചോദിച്ച് കാണാറുള്ളത്. നിങ്ങൾക്ക് ഇൻഡെപ്തിൽ വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് SCERT എങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് പോയാൽ മിക്കവാറും നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ ആ 1 മാർക്കോ 2 മാർക്കോ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയേക്കാളും കേരള ജോഗ്രഫിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പാർട്ടാണ്. ഫിസിക്കൽ ജോഗ്രഫി വരുന്ന ആ ഒരു ഏരിയയാണ്. എർത്തിൻ്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നതാണ് എളുപ്പം. അതേപോലെ മാപ്സ്, റിമോട്ട് സെൻസിങ്, GIS, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഇത്രയും ടോപ്പിക്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഞാനൊരു യെല്ലോ കളറിൽ ലാൻഡ് ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഈ ലാൻഡ് ഫോംസ് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലാൻഡ് ഫോംസിൻ്റെ പേര്, അതുപോലെ അത് ഇറോഷണൽ ലാൻഡ് ഫോം ആണോ, ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ആണോ, ഏത് ഇപ്പോൾ നദീജന്യമാണോ, അങ്ങനെ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഫോമാണ്, ഈ പേരെങ്കിലും നിങ്ങൾക്കൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നോർത്തേൺ മൗണ്ടൻ റീജിയൻ തന്നെയാണ്. പിന്നെ റിവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മേജർ റിവേഴ്സ് പിക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അഗ്രികൾച്ചർ, ഖാരിഫ് ക്രോപ്പ്, റാബി, അതേപോലെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് ഓരോന്നിൻ്റെയും അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി കേരള ജോഗ്രഫിയിൽ നിന്നും നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞതുപോലെ മിക്കവാറും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. റിവേഴ്സ്, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സൊക്കെ മിക്കവാറും അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെ നിന്ന് ചോദിക്കാറുള്ളത്. ഇനി എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ എക്കണോമിക്സിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനിലും മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അധികം ടോപ്പിക്സ് ഇല്ല. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് 5 മാർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ടോപ്പിക്സ് പഠിക്കുക.
ഇനി അതല്ല സെലക്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റൂ. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് 5 ഇയർ പ്ലാൻസ് നീതി ആയോഗ് ഇതൊക്കെ പക്ക നമുക്ക് ഫാക്റ്റ് പഠിച്ചുകൊണ്ട് പോയി ഈസി ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. റിസർവ് ബാങ്ക്, അതേപോലെ പബ്ലിക് റവന്യൂ, ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, ഈ ഏരിയാസൊക്കെ RBI പഠിക്കുമ്പോൾ റിപ്പോ, റിവേഴ്സ് റിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മെയിനായിട്ട് നോക്കുക. ഇനി സിവിക്സ് ബാക്കിയുള്ള GK ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സിവിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും പ്രിലിംസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, പിന്നെ ജോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്കൽ ജോഗ്രഫിയുടെ പോർഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. സിവിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും നിങ്ങൾ ബാക്കി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം അവിടെ കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാൻ എഫേർട്ട് ഇട്ടാൽ മതിയാവും. സിവിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ്, ഗവേണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇതൊക്കെയാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മാത്രമല്ല ഇപ്പോൾ മെയിൻസിനാണെങ്കിലും ഏത് എക്സാമിനാണെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇതും നമ്മുടെ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞ പോലെ 10 മാർക്കുണ്ട്, പക്ഷേ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിക്ക് ചെയ്ത് പഠിക്കുന്നതാണ് ഇതിൽ നല്ലത്. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ, പിന്നെ പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ എഴുത്തുകാർ. ഇനി കായികം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അവാർഡുകൾ, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, പ്രധാന കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണവും, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, അതേപോലെ ഒളിമ്പിക്സ്, ഇത്രയും ടോപ്പിക്സാണ് സ്പോർട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി സാഹിത്യത്തിൽ എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി സംസ്കാരം ഏരിയയിലേക്ക് വരികയാണെങ്കിൽ പ്രധാന ആഘോഷങ്ങൾ, ബന്ധപ്പെട്ട പ്രശസ്തമായ ഉത്സവങ്ങൾ, ഇതിൽ വള്ളംകളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇനി കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെയിനായിട്ട് ഇവരുടെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് മനസ്സിലാക്കാനുള്ള തരത്തിൽ പഠിച്ചു വയ്ക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് ഡിവൈസസും ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഹബ്ബ്, റൂട്ടറൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ധാരാളം വന്നിട്ടുണ്ട്. പിന്നെ ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, ഇതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ സൈബർ ക്രൈംസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ടൈപ്സ് സൈബർ ക്രൈംസ്, അതേപോലെ IT ആക്ട്, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഏരിയയിൽ വരുന്നത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സിവിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും ബാക്കി GK ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് ബാക്കി കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം സയൻസ് ആൻഡ് ടെക്നോളജി, സിവിക്സിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താൽ മതി. ഇതിനകത്ത് സ്ഥിരമായി ചോദ്യം വരാറുള്ള ഒരു ഏരിയ ISRO, DRDO, അതേപോലെ നമ്മുടെ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി, ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് GK ടോപ്പിക്സ് വരുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ എഫക്റ്റീവായി തന്നെ പഠിച്ചവർ റിവൈസ് ചെയ്യുക. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഈ ഉള്ള സമയം വളരെ എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഇനിയുമുണ്ട് ഒരു 55-56 ദിവസങ്ങളോളം പ്രിലിംസിന് ഇനിയുമുണ്ട്. ആ ദിവസങ്ങൾ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള എക്സാം റിലേറ്റഡ് വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്